യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായം അതിന്റെ 10 വാക്യം. ദൈവമായ കർത്താവ് നമ്മോട് ഓരോരുത്തരോടുമായിട്ട് പ്രകാരം അരുളി ചെയ്യുക. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് നമ്മോട് പറയുക, അതിരുകളില്ലാതെ മലകൾ മാറിയാൽ പോലും മാറാത്ത ഒരു മാറ്റമില്ലാത്ത സ്നേഹമായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും സന്തോഷത്തിനുള്ള വകയാണ്. എന്നാലോചിച്ച് നോക്കുകയെ, നമ്മുടെ കർത്താവായ ഈശോ ഈ ലോകത്തിലേക്ക് വരാൻ തന്നെ എന്താ കാരണം? ഈശോ എന്തിനാ ലോകത്തിലേക്ക് വന്നേ? നമുക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി, നമുക്ക് വേണ്ടി കുരിശിലേറാൻ വേണ്ടി, നമുക്ക് വേണ്ടി മുറിപ്പെടാൻ വേണ്ടിയാണ് ഈശോ ലോകത്തിലേക്ക് വന്നത്. എന്തിനു വേണ്ടി ഈശോ നമുക്ക് വേണ്ടി മരിച്ചു? നമുക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ പാപങ്ങളിൽ നിന്നും, പാപം മൂലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടത്തിൽ നിന്ന്, വേദനയിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ വേണ്ടി. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുകയെ, അത്രത്തോളം നമ്മെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന, അത്രത്തോളം നമ്മോട് സ്നേഹമുള്ള, നമ്മൾ വീണുപോയപ്പോ, നമ്മൾ പാപത്തിൽ വീണുപോയിട്ട് അതുമൂലം പല ഇതിലെ വേദനകളിലും വീണുപോയപ്പോ അതിൽ നിന്ന് രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നൊരു ദൈവം, അത്രയും സ്നേഹിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ കർത്താവായ ഈശോ ഈ സ്വർഗത്തിലെ ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവിക രഹസ്യവും അതും വേറൊന്നുമല്ല. എന്താ ഈശോ പഠിപ്പിച്ചേ? നമ്മുടെ സർവശക്തനായ സ്വർഗത്തിലെ ദൈവം നമ്മെ സ്നേഹിക്കുന്ന അപ്പനായ ദൈവം എന്ന് പറഞ്ഞ, അപ്പനെ പോലെ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവ നമ്മുടെ ദൈവം. ഒരു നല്ല അപ്പൻ എത്രത്തോളം മക്കളെ സ്നേഹിക്കുന്നുവോ അത്രത്തോളം നമ്മെ സ്നേഹിക്കുന്ന ദൈവം എന്ന് പറഞ്ഞ, നമ്മുടെ കണ്ണുകളിൽ കണ്ണുനീര് കാണാൻ ആഗ്രഹിക്കാത്ത ദൈവം, നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും വിനാശങ്ങളും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, സ്വർഗീയ സംഗീതം എന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷയിൽ നമ്മുടെ കർത്താവായ ദൈവത്തെ പാടി സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങനെ പാടി സ്തുതിച്ച് ദൈവത്തിൽ ആനന്ദിക്കുന്ന ഈ വലിയ ശുശ്രൂഷയിൽ ഇന്നേ ദിവസം നമ്മൾ പാടി പ്രാർത്ഥിക്കാൻ പോവുക ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനമാണ്. ഒരു പക്ഷേ പ്രായമായവർ പോലും ചെറുപ്പത്തിൽ മുതൽ കേട്ട് ശീലിച്ചിട്ടുള്ള, പാടി ശീലിച്ചിട്ടുള്ള ഒരു ഗാനമായിരിക്കും അതിരുകളില്ലാത്ത സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം നിത്യസ്നേഹം, അതിരുകളില്ലാത്ത, ഒരു വരമ്പുമില്ലാത്ത, അതിർത്തിയില്ലാത്ത സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഇനി നിത്യമായിട്ട് നിലനിൽക്കുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. നമ്മളൊക്കെ അനുഭവിക്കുന്ന ആ സ്നേഹമായ ദൈവത്തെ നമുക്ക് ഗാനത്തോട് ചേർന്ന് പാടി സ്തുതിക്കാം. ഈ ശുശ്രൂഷയോട് ചേർന്ന് എവിടെയായിരുന്നു പങ്കെടുക്കുന്നവരാണെങ്കിലും ഗാനത്തോട് ചേരട്ടെ, താളത്തോട് ചേരട്ടെ. ഹൃദയം തുറന്ന് ഈശോയെ, ദൈവപിതാവിനെ പാടി സ്തുതിച്ച് നമുക്ക് ആരാധിക്കാം. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. സ്നേഹത്തോടെ, ആനന്ദത്തോടെ ചെന്ന് പാടി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, ദൈവമേ, സ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം,
ദൈവസ്നേഹം നിത്യസ്നേഹം അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം ഇരു കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ചേ. ആ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ മുഖമൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ഇത് സാധിക്കുമേ കണ്ണുകളൊന്ന് അടച്ച് ആ ഈശോയുടെ മുഖമൊന്ന് മനസ്സിൽ കണ്ട് ഇപ്രകാരം ഒന്ന് ഹൃദയത്തിൽ പറഞ്ഞേ, എൻ്റെ ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് എപ്പോഴും നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ സ്നേഹം പല രൂപത്തിലും ഭാവത്തിലും നമ്മുടെ ജീവിതത്തിലേക്ക് അനുദിനം കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും മനുഷ്യൻ നമുക്ക് പറ്റുന്ന എന്താ? ഈ ദൈവ സ്നേഹത്തെ തിരിച്ചറിയാനും അതിൽ ആസ്വദിക്കാനും ആനന്ദിക്കാനും പറ്റാതെ നാം ഈ ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയെങ്കിൽ ഓരോ ദിവസവും നമ്മൾ വചനം തുറക്കുമ്പോൾ, ഓരോ ദിവസവും നമ്മൾ കർത്താവിന് അടുത്തിരിക്കുമ്പോൾ കർത്താവ് നമ്മെ വിളിക്കുന്ന എന്തിലേക്കാണെന്നറിയോ? ഈ ദൈവ സ്നേഹത്തെ കുറിച്ച് ധ്യാനിക്കാൻ. ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് ധ്യാനിച്ച് ആ ദൈവസ്നേഹത്തിൽ നിറയുന്നതിനും അത് അനുഭവിക്കുന്ന തടസ്സമായിട്ടുള്ളതെല്ലാം മാറ്റി കൂടുതൽ കൂടുതൽ ഈ ദൈവസ്നേഹത്തിന്റെ ആനന്ദത്തെ വളരാൻ കർത്താവ് നമ്മെ വിളിക്കുക. അപ്പൊ അങ്ങനെയെങ്കിൽ ഒന്ന് കണ്ണുകൾ അടച്ച് ഈശോയുടെ മുഖം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. എന്നിട്ട് ഈശോയോട് പറഞ്ഞേ, ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഈശോയോട് പറയേ, ഈശോയെ നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഈശോയോട് മാപ്പ് ചോദിച്ചേ, ഈശോയെ നിന്റെ സ്നേഹത്തെ ഉപേക്ഷിച്ച് ഞാൻ പാപത്തിൽ വീണുപോയ സാഹചര്യങ്ങളെയോത്ത് ഞാൻ മാപ്പപേക്ഷിക്കുന്നു. ഈശോയെ ഇനി നിന്നോട് ചേർന്നായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈശോയോട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഈശോയെ നിന്റെ സ്നേഹം നിലനിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഈശോയെ ഇനി നിന്നെ വിട്ടൊരിടത്തും ഞാൻ പോകില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് തുറന്നും ഗാനത്തിന്റെ വരികൾ ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. എന്താ അടുത്ത ഗാനത്തിന്റെ വരികൾ പറയുക? പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹമെന്ന് ലോകം പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി പറയുന്നത് അമ്മയുടെ സ്നേഹമാണ്. നമുക്ക് ജന്മം നൽകിയ അമ്മ. പലപ്പോഴും നമ്മൾ പല ഇടങ്ങളിലും പല സംഭവങ്ങൾ കാണാറുണ്ട്. തൻ്റെ ജീവൻ പോലും ബലി കഴിച്ചുകൊണ്ട് തങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പരിശ്രമിക്കുന്ന അമ്മ. അത് ജന്തുലോകത്തിൽ പോലും ഉണ്ട്. ഇനി മനുഷ്യരുടെ ലോകത്തില്, നമ്മുടെ ലോകത്തില് നമുക്കറിയാം ഒത്തിരി അപ്പന്മാരും അമ്മമാരും ജീവിക്കുന്ന എന്തിനു വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയാ. പക്ഷെ മാതാപിതാക്കന്മാര് തങ്ങൾക്ക് ഉണ്ടാകാമായിരുന്ന സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കാമായിരുന്നു, നേടാമായിരുന്നു മാറ്റിവെക്കുക. എന്തിനു വേണ്ടിയാ? മക്കൾക്ക് വേണ്ടി. അതാണ് അപ്പൻ്റെ അമ്മയുടെ സ്നേഹം. ഞാൻ തളർന്നാലും, ഞാൻ കുറഞ്ഞാലും, എനിക്കിത്തിരി വിഷമമുണ്ടായാലും, എനിക്കിത്തിരി രോഗമുണ്ടായാലും, എനിക്കിത്തിരി കഷ്ടപ്പാടുണ്ടായാലും എൻ്റെ മക്കള് സന്തോഷത്തോടെ വളരണം. അവർക്ക് ആനന്ദം ഉണ്ടാവണം, അവർക്ക് ഉയർച്ച ഉണ്ടാവണം. അവർക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. ഇതാണ് ഒരപ്പൻ്റെ അമ്മയുടെ മനോഭാവമെങ്കിൽ, ഇതാണ് പെറ്റമ്മയുടെ സ്നേഹമെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുക, ആ പെറ്റമ്മ മറന്നാ പോലും നിന്നെ മറക്കാത്തൊരു ദൈവമുണ്ട്. പെറ്റമ്മ മറക്കാന്നുള്ളത് ഏതാണ്ട് അസാധ്യമാണ്. ഇനി അത് സംഭവിച്ചാൽ പോലും നിന്നെ ഉപേക്ഷിക്കാതെ, നിന്നെ മറക്കാത്ത, നിന്നെ തള്ളിക്കളയാനാവാത്ത സ്നേഹിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഈ ഒരു ബോധ്യത്താൽ നിറഞ്ഞ് എന്നെ ഉപേക്ഷിക്കാത്ത, ഒരു നാളും എന്നെ ഉപേക്ഷിക്കാത്ത, ഒരു നാളും എന്നെ തള്ളിക്കളയാത്ത ഒരു ദൈവം എനിക്കുണ്ട്. ദൈവത്തിന്റെ വചനം പറയാണ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം,
മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? അതിനൊരു ചോദ്യം ചോദിക്കുക. മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റൂല. എന്നിട്ട് വചനം പറയുക, പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. സത്യമാണത്. നമ്മെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദൈവം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 43-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുക, നീ എൻ്റെ സ്വന്തമാണ്. നമ്മൾ സ്വന്തമായി കണക്കാക്കി സ്വന്തമായി സ്നേഹിക്കുന്ന ദൈവം നമ്മോട് പറയുവാണ്, എനിക്കൊരിക്കലും നിന്നെ മറക്കാനോ തള്ളിക്കളയാനോ കഴിയുകയില്ല. ഗാനത്തിന്റെ വരികൾ ഇതാ നമ്മോട് പറയുവാണ്, അമ്മ എന്നെ മറന്നാലും ഈ ലോകം എന്നെ വെറുത്താലും വെറുക്കാത്ത, മറക്കാത്ത, സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. ഗാനത്തിന്റെ വരികളോട് ചേർന്ന് പാടി നമുക്ക് കർത്താവിന്റെ സ്നേഹത്തെ അനുസ്മരിക്കാം. അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അമ്മയെ പോലെ സ്നേഹിക്കുന്ന ദൈവത്തെ ഓർത്തുകൊണ്ട് ഒന്നുകൂടെ ചേർന്ന് പാടുകയില്ലാത്ത സ്നേഹം, എല്ലാവരും ചേർന്ന് പാടും. ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഇരു കരങ്ങളൊന്നോടെ നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മുടെ ഈ സ്നേഹത്തിന്റെ പ്രഖ്യാപനം നമുക്കൊന്ന് ഏറ്റു പറഞ്ഞാലോ? എല്ലാവരും ചേർന്ന് നേറ്റു പറഞ്ഞേ, കർത്താവേ, കർത്താവേ, അങ്ങ് ഞങ്ങളെ അമ്മയെക്കാളും അപ്പനേക്കാളും ഉപരിയായി സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു, വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയെ, ഹൃദയം തുറന്ന് സ്നേഹത്തോടെ ഒന്ന് ഈശോയെ വിളിച്ചേ. ഈശോയെ, കണ്ണടച്ച് ഈശോയുടെ സ്നേഹമുള്ള മുഖമൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. എന്നിട്ട് ഈശോയെ വിളിച്ചേ. ഈശോയെ, എന്റെ ഈശോയെ, എന്നെ സ്നേഹിക്കുന്ന എന്റെ ദൈവമേ, നിന്നെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈശോയെ, സ്നേഹമായ കർത്താവേ, എന്നിലേക്ക് കടന്നു വരണമേ, എന്നിൽ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ആത്മീയ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കും, എപ്പോഴാണ് നമ്മൾ പാപത്തിലേക്ക് വീണു പോകുന്നത്? അത് ഈ കർത്താവിന്റെ സ്നേഹം കൊണ്ട് ഉള്ളിനെ നിറയ്ക്കാൻ പറ്റാണ്ട് വരുമ്പോഴാണ്. ഈ ദൈവത്തിന്റെ സ്നേഹത്തിലും ദൈവത്തിന്റെ കൂടെയായിരിക്കുന്നതിലും നമുക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റാണ്ട് വരുമ്പോഴാണ് മറ്റു പല സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും മറ്റു പല ദാഹങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ പാപത്തിൽ വീണു പോവുക. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് കർത്താവിനോട് ചോദിക്കാം, കർത്താവേ, മറ്റെല്ലാ ദാഹങ്ങളിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന സമ്പൂർണ്ണ സ്നേഹമായ നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറക്കണേ. അതാണല്ലോ ഈശോയും പറഞ്ഞത്. ഈശോ പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല, വിശക്കുകയില്ല. എന്താ കാരണം? വേറൊരു ദാഹത്തിനും നൽകാൻ പറ്റാത്ത, വേറൊരു വിശപ്പിനും നൽകാൻ പറ്റാത്ത വലിയ സംതൃപ്തി കൊണ്ട് കർത്താവ് ദൈവസ്നേഹം നമ്മുടെ ഉള്ളിനെ നിറക്കും.
അങ്ങനെയെങ്കിൽ ഒന്നുകൂടെ കരങ്ങ നെഞ്ചോട് ചേർത്ത് വെച്ച് ചേർന്ന് പ്രാർത്ഥിച്ചേ. ഈശോയെ, ഈശോയെ, സ്വരമുയർത്തി വിളിച്ചേ. ഈശോയെ, ഈശോയെ, നിന്റെ സ്നേഹം കൊണ്ട് എന്റെ ഹൃദയത്തെ നിറയ്ക്കണമേ. നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ കുടുംബത്തെയും ഭവനത്തെയൊക്കെ ഒന്ന് സമർപ്പിച്ചൊന്നോടെ പ്രാർത്ഥിച്ചേ. ഈശോയെ, 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 നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ഭവനത്തെ നിറയ്ക്കണമേ. ഈശോയെ, നിന്നിൽ ആനന്ദിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഗാനത്തിന്റെ അടുത്ത വരികള് നമ്മോട് പറയുകയാണ്, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും, ഒരു പക്ഷേ കർത്താവിനെ ഉപേക്ഷിച്ച് ഈ ദൈവസ്നേഹത്തെ ഉപേക്ഷിച്ച് നമ്മൾ ഓടിപ്പോയാൽ പോലും തിരികെ നാം കടന്നു വരാൻ വേണ്ടി കാത്തിരിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്കറിയാം, പാപത്തിൽ വീണു പോകുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോവുക. അങ്ങനെ അകന്നു പോയാൽ പോലും നമ്മെ ഓർത്ത് നാം തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇത് നമ്മളെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണോ ആണല്ലോ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 11 മുതൽ വാക്യങ്ങൾ. ധൂർത്തപുത്രന്റെ ഉപമ യഥാർത്ഥത്തിൽ അത് ധൂർത്തപുത്രന്റെ ഉപമയല്ല, മറിച്ച് സ്നേഹമുള്ള ഒരു അപ്പന്റെ ഉപമയാണ്. നോക്കിക്കേ, അവിടെ ഈ അപ്പന്റെ സ്നേഹത്തെയും അപ്പന്റെ വീടിനെയും തള്ളി പറഞ്ഞുകൊണ്ട് ആ മകൻ ഇറങ്ങിപ്പോയി. അവൻ പാപത്തിലേക്ക് പോയി. അവൻ വേശ്യകളുടെ കൂടെ കൂട്ടുകൂടാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞ അപ്പന്റെ സമ്പത്ത് നശിപ്പിക്കുക മാത്രമല്ല, അപ്പനെ അകന്നു പോയി വേദന ഉണ്ടാക്കുക മാത്രമല്ല, അപ്പനും അപ്പന്റെ കുടുംബത്തിനും കളങ്കം വരുത്തിക്കൊണ്ട്, ദുഷ്പേര് വരുത്തിക്കൊണ്ട് അവൻ അങ്ങനെ ജീവിക്കുക. അത്രയൊക്കെ ദ്രോഹം തള്ളി പറഞ്ഞു എന്ന് മാത്രമല്ല, നാണക്കേടുണ്ടാക്കിയ സമൂഹത്തിന്റെ മുമ്പിൽ അത്രയൊക്കെ ദ്രോഹം ഈ മകൻ ചെയ്തു. പക്ഷെ എന്നിട്ട് ഈ മകൻ, വേദന കഴിയുന്ന മകൻ അവിടെ നിന്ന് തിരിച്ചു വരാൻ തയ്യാറായപ്പോ അപ്പന്റെ വീട്ടിലേക്ക് വന്നിട്ട് അവന് തന്നെ അറിയാം, ഇനി മോനെന്ന് പറഞ്ഞ് തിരിച്ചു കയറി ചെല്ലാനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് ഒരു പണിക്കാരനായിട്ടെങ്കിൽ എന്നെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് ഈ മകൻ തിരിച്ചു വരുമ്പോ നാം കാണുവാണ് എന്താണ് ഈ അപ്പൻ ചെയ്യുക. ഇത് 20-ാമത്തെ വാക്യം വചനം പറയുക, അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുത്തേക്ക് ചെന്നു. ദൂതനായ പുത്രനെ കുറിച്ച് പറയുക. അപ്പൊ എന്ത് സംഭവിച്ചു? ദൂരെ വച്ചു തന്നെ പിതാവ് അവനെ കണ്ടു. കണ്ടപ്പോ അവൻ എന്താ ചെയ്യുക? ഈ തന്നെ ഉപേക്ഷിച്ചു പോയ, തനിക്ക് നാണക്കേണ്ടാക്കിയ ഈ മകനെ കാണുമ്പോ ഈ അപ്പന്റെ മനസ്സിൽ ദേഷ്യമല്ലാട്ട വരിക. ഈ അപ്പൻ കോപിക്കുവല്ല, നീ അപ്പൻ പിണങ്ങ പോലും ചെയ്യണില്ല. എന്താ അപ്പൻ ചെയ്യുക? ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഈശോയിലെ സ്നേഹമുള്ളവരെ, മനസ്സലിവുള്ള വലിയ സ്നേഹമുള്ള ഒരപ്പനായ ദൈവ നമ്മുടെ ദൈവം. നമ്മൾ ഈ അപ്പനെ നകന്നു പോയാലും, ഈ ദൈവത്തെ വേദനിപ്പിച്ച് കടന്നു പോയാലും, നമ്മൾ തിരികെ വരാൻ തയ്യാറാകുമ്പോൾ, നമ്മൾ തിരികെ വരുമ്പോൾ ആ അപ്പൻ, സ്നേഹമുള്ള ദൈവം നമ്മെ കണ്ട് മനസ്സലിവോടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന ദൈവം. ഗാനത്തിൻ്റെ വരികോട് ചേർന്ന് ഈ അനുകമ്പയുള്ള, ഹൃദയത്തിൽ വലിയ സ്നേഹമുള്ള ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ മിന്നകന്നാലും പാടിക്കേ. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ അകന്നാലും. ആവർത്തിച്ച്. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ മിന്നകന്നാലും അനുകമ്പാർദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതും ഈശോയേ. അനുകമ്പാർദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു.
അതിരുകളില്ലാത്ത സ്നേഹം. എല്ലാവരും ചേർന്ന് അതിരുകളില്ലാത്ത സന്തോഷത്തോടെ പാടി. ദൈവസ്നേഹം നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം സ്നേഹിക്കുന്ന നിത്യസ്നേഹം. കർത്താവേ, അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം ഏതൊരവസ്ഥയിലും നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും ചെന്ന് പാടിക്കേ സന്തോഷത്തോടെ. യാതൊരു വ്യവസ്ഥകളും സ്നേഹിക്കുന്ന ദൈവമേ, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും കാതലുനം. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം നിത്യസ്നേഹം, അമ്മയെ എന്നെ മറന്നാലും അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം നിത്യസ്നേഹം. അമ്മയെന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, അമ്മയെന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം സ്നേഹത്തോടെ പാടി. നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം നിത്യസ്നേഹം. ദൈവത്തെ ഞാൻ മറന്നാലും, ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, അനുകമ്പാർദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. എന്റെ കർത്താവേ, അനുകമ്പാർദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം നിത്യസ്നേഹം, ആനന്ദത്തോടെ ആവർത്തിച്ച്. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം നിത്യസ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം നിത്യസ്നേഹം. നമ്മേറെ സ്നേഹിക്കുന്ന കർത്താവിൽ എന്നും ആനന്ദത്തോടെ നമുക്ക് ജീവിക്കാം. ആനന്ദത്തോടെ കർത്താവിനെ സ്തുതിക്കാം. എന്നെ സ്നേഹിക്കുന്ന കർത്താവ്, ഒരിക്കലും ഉപേക്ഷിക്കാത്ത കർത്താവ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും.
ഈ ഒരു ഉറച്ച വിശ്വാസം, ആ വിശ്വാസത്തിൽ നിന്നുള്ള ആരാധനയും നന്ദിയും സ്നേഹവും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ. ഈശോ നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.